അങ്ങനെ ഇക്കണ്ട കാലത്തിനിടയിൽ ആദ്യമായി ഒരു സിനിമ വെളുപ്പിനെ എഴുന്നേറ്റ് തിയേറ്ററിൽ പോയി കണ്ടു. ഇളയ ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രം. സംവിധാനം വെങ്കട്ട് പ്രഭു. ഏറെ പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഒക്കെ ഏറ്റുവാങ്ങിയ മാനാട് എന്ന സയൻസ് ഫിക്ഷൻ സിനിമയ്ക്ക് ശേഷമാണ് വെങ്കട്ട് പ്രഭു ദ ഗോട്ട് എന്ന ബ്രഹ്മാണ്ഡ ചിത്രവുമായി തിയേറ്ററിലെത്തിയത്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ദ ഗോട്ടിൻ്റെ ഫുൾ ഫോം. പക്ഷേ സിനിമ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. തമിഴക വെട്രി കഴകം എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്ത് അതിലൂടെ തമിഴക രാഷ്ട്രീയത്തിലേക്ക് കാൽവെക്കാൻ ഒരുങ്ങുന്ന വിജയ് ഇനി തുടർന്ന് തനിക്ക് പുതിയ ചിത്രങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ അവസാന ചിത്രമായി കാണാവുന്ന രീതിയിലാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് തിയേറ്ററിലേക്ക് ആളുകൾ നിറഞ്ഞ് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ ഷോകളെല്ലാം ഫുള്ളാണ്. തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളിലും സിനിമ ഓടുകയാണ്. കേരളത്തിലാവട്ടെ 700-ലധികം തിയേറ്ററുകളിലാണ് സിനിമ ഓടുന്നത്. ലോകമെമ്പാടും 5000-ഓളം തിയേറ്ററുകളിൽ ഈ സിനിമ ഓടുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ ഇതുവരെ നടന്നിട്ടുള്ള ഫ്രീ സെയിൽ ബിസിനസ്സുകളെ എല്ലാം മറികടക്കുന്ന രീതിയിലാണ് ഇത് ഗോട്ടിൻ്റെ ബുക്കിംഗ് ഒക്കെ നടന്നിട്ടുള്ളത്. ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞതായി അറിയുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര വലിയ പ്രൊമോഷൻ വർക്കുകളൊന്നും ഇല്ലാതെയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. ഇതുവരെയുള്ള വിജയ ചിത്രങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് പ്രേക്ഷകരെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ സിനിമാ പ്രേക്ഷകരെ എല്ലാം ആകർഷിക്കുന്ന വിധത്തിലാണ് വിജയ് എന്ന നടൻ്റെ താരോദയമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മങ്കാത്തെ, മാസ് പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത വെങ്കട്ട് പ്രഭുവും വിജയും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മാസ് സിനിമകളിലൊന്ന് തന്നെയാവും. ഉറപ്പായും അത്തരത്തിൽ പരിഗണിക്കേണ്ട സിനിമകൾ നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. സാധാരണ വിജയ് സിനിമകളിലുള്ളതുപോലെ തന്നെ അടിയും ഇടിയും വെടിയും കാർ ചേസിങ്ങും ഒക്കെയുള്ള സിനിമ തന്നെയാണ് ഗോട്ട്. പക്ഷേ തമിഴ് സിനിമാ പ്രേക്ഷകരെ മാത്രമല്ല വിജയ് ആരാധകരെ പോലും പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലല്ല സിനിമയുടെ മേക്കിംഗ്. എന്നാൽ സിനിമയിൽ ഉപയോഗിക്കാവുന്ന അതിനൂതന സാങ്കേതിക വിഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില കാമിയോ കഥാപാത്രങ്ങൾ കൂടിയുണ്ട് സിനിമയിൽ. സിനിമയുടെ എടുത്തു പറയേണ്ട ഗുണങ്ങളിലൊന്ന് ഏജിങ്ങിലൂടെ വിജയിൻ്റെ 21 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കുന്ന ഭാഗം അതെല്ലാം വളരെ നന്നാക്കി ചെയ്യുവാൻ വിജയിന് സാധിച്ചിട്ടുണ്ട്. തൻ്റെ മാനസികങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആ രംഗങ്ങളെല്ലാം വിജയ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഏജിങ്ങിലൂടെ യുവാവായി മാറുന്ന വിജയിൻ്റെ മാനരസ്യങ്ങൾ ആ കഥാപാത്രത്തിൽ അവതരിപ്പിക്കുന്ന വിജയിൻ്റെ മിടുക്ക് എല്ലാം കൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സിനിമയിലുടനീളം ആ കഥാപാത്രം ഉയർത്തിവിടുന്ന അലയൊലികളാണ് സിനിമയുടെ ഏറ്റവും വലിയ കയ്യടികൾക്ക് സാധ്യതയുണ്ടാക്കുന്നതും. ഏജിങ് സംവിധാനവും അതുപോലെ തന്നെ AI സാങ്കേതികവിദ്യയുമൊക്കെ ഉപയോഗപ്പെടുത്തിയ നിരവധി സിനിമകൾ ഈയിടയ്ക്ക് നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടു കഴിഞ്ഞു. ആദവൻ, കൽക്കി, ധോണി, ഗോസ്റ്റ്, ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ കമലഹാസൻ്റെ ഇന്ത്യൻ 2 തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ ഈ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ചെയ്തതാണ്. ഈ സിനിമകളോടൊക്കെ ചേർത്ത് വെക്കാവുന്ന സിനിമ കൂടിയാണ് ദി ഗോട്ട്. കൂടാതെ ഇതിൽ കഥാപാത്രങ്ങളെ വരുന്ന മറ്റ് നടന്മാരാണ്. ഒരു കാലത്ത് തമിഴ് സിനിമയിൽ സ്റ്റാറുകളായിരുന്ന പ്രഭുദേവ, പ്രശാന്ത്, അജ്മൽ അമീർ, ജയറാം തുടങ്ങിയവരെല്ലാം സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. കൂടാതെ നേരത്തെ വിജയുടെ നായികമാരായിരുന്ന സ്നേഹയും തൃഷയും എല്ലാം സിനിമയിൽ അഭിനയിക്കുന്നുമുണ്ട്. സിദ്ധാർത്ഥ് നൂണിയാണ് ഗോട്ടിൻ്റെ ക്യാമറ, വെങ്കട്ടരാമനാണ് എഡിറ്റിംഗ്. പ്രത്യേകിച്ച് വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത 2 വിഭാഗങ്ങളാണിത്. യുവൻ ശങ്കർ രാജയാണ് ഗോട്ടിന് വേണ്ടി സംഗീതം നൽകിയിരിക്കുന്നത്. ഇതിൽ 2 പാട്ടുകൾ പാടിയിരിക്കുന്നതാവട്ടെ വിജയ് തന്നെയാണ്. പാട്ടുകൾ ഒന്നും തന്നെ അത്ര പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല എന്നുള്ളത് അതിൻ്റെ നേരത്തെയുള്ള പരിശോധനകൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആൻറ്റി ടെററിസം സ്ക്വാഡിൻ്റെ തലവനായിട്ടുള്ള ഗാന്ധി എന്ന കഥാപാത്രത്തെയാണ് വിജയ് അവതരിപ്പിക്കുന്നത്. ഗാന്ധി എന്ന പേരിലാണ് നായക കഥാപാത്രം അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും ഗാന്ധിയുമായി ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ എക്കാലത്തെയും മികച്ചത് എന്ന പേരൊക്കെയാണ് സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. പക്ഷേ വിജയൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നല്ല, ഏറ്റവും മികച്ച സിനിമകളിൽ 10-1 പോലും പരിഗണിക്കാൻ പറ്റാത്ത സിനിമകളിലൊന്നാണ് ദി ഗോട്ട് എന്നാണ് പറയാനുള്ളത്. അങ്ങനെ രസകരമായി പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് സിനിമയിൽ. പക്ഷേ അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടറിയുക. ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് വിജയിൻ്റെ ആരാധകരെയൊക്കെ ആവറേജ് തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ എന്ന നിലയിൽ സിനിമ കാണേണ്ടതാണ്. കാരണം ഹേമ കമ്മീഷൻ്റെ ഒരു കുടത്തിൽ നിന്നും തുറന്നുവിട്ട വലിയ ഭൂതം മലയാള സിനിമയെ ആകെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു സമയത്താണ് മലയാള സിനിമയുടെ എല്ലാ തിയേറ്ററുകളെയും നിറച്ചുകൊണ്ട് ഗോട്ട് എത്തിയിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് അറിയുക തന്നെ ചെയ്യട്ടെ എന്നാണ് പറയാനുള്ളത്. സംവിധായകനും സിനിമയുടെ പിന്നണി പ്രവർത്തകരും എല്ലാം പറഞ്ഞതുപോലെ സിനിമ ലാഗടിക്കാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ രീതിയിലേക്ക് അത്രമാത്രം അങ്ങോട്ട് പോകുന്നില്ലെങ്കിലും പരിപൂർണമായിട്ടല്ലെങ്കിലും ഇളയ ദളപതി വിജയിൻ്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഉതകും വിധം മാസും മസാലയും എല്ലാം കൂട്ടിക്കലർത്തിയുള്ള സിനിമകളിൽ ഒന്നാണ്
ദി ഗോഡ് എന്ന് നമുക്ക് സംശയമേതുമില്ലാതെ പറയാം. അത്തരത്തിൽ പരിഗണിച്ചാൽ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണാവുന്ന സിനിമ തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തമിഴിൻ്റെ അമ്മ ജയലളിതയുടെ മരണത്തിന് ശേഷം ADMK എന്ന പാർട്ടി തകർന്ന് തരിപ്പണമായി. കൂടാതെ തമിഴ്നാട്ടിലെ മുൻ തിരഞ്ഞെടുപ്പുകളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്ന ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ പാർട്ടിയും ഏതാണ്ട് ഇല്ലാണ്ടായി. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് തുടക്കത്തിൽ തന്നെ പാളി. കമലഹാസൻ ഉണ്ടാക്കിയ പാർട്ടിയാവട്ടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ കാണാണ്ടുമായി. സ്റ്റാലിനിസത്തിൻ്റെ ഇമേജിൽ DMK എന്ന പാർട്ടി മുടിചൂടാ മന്നരായി തമിഴ്നാട്ടിൽ വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തമിഴ് വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി വിജയ് തമിഴകത്തേക്ക് ചുവടുവെക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ MGRും ജയലളിതയും ഒക്കെ അടക്കി വാണിരുന്ന തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ രംഗത്ത് എല്ലാ കാലത്തും സിനിമയിൽ നിന്നുള്ളവരെ തമിഴ് ജനത അംഗീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിജയകാന്തിനും കമലഹാസനും രജനീകാന്തിനും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ഇളയ ദളപതി വിജയ്ക്ക് ചെയ്യാനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം.